ഹലോ ഗൈസ്, നമ്മളപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഒരു ക്ലിഫ് ഹാങ്ങറിലായിരുന്നു. ലൈക്ക് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഫംഗ്ഷൻസും അറേയും ഒബ്ജക്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ നിർത്തിയത്. നമ്മളപ്പോൾ ആ ഒരു കാര്യമാണോ അല്ലേന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നതായിരിക്കും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്ക്രീൻ. സോ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഫോൾഡർ എടുക്കുന്നു. ഞാൻ VS കോഡ് ഓൾറെഡി ഓപ്പൺഡ് ആണ്. നേരത്തെ റെക്കോർഡിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണിത്. ഞാൻ വീഡിയോസ് സെപ്പറേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ഇത് ഞാൻ നേരത്തെ വീഡിയോ എടുത്തതാണ്. കുറച്ച് ചെയ്തോളൂ. അതവിടെ കിടക്കട്ടെ. സോ ഇവിടെ നമുക്കൊരു അറേ ഉണ്ട്. ഈ ഒരു അറേക്കകത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ 2 ആൾക്കാരെ വെച്ചിട്ടുണ്ട്. ഈ അറേ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എൻക്ലോസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ യൂഷ്വലി അറേസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കഴിഞ്ഞ ഒബ്ജക്റ്റ് എന്ന സാധനത്തിന് നമ്മൾ ഇതൊരു അറേ ആണോ ചോദിക്കും. അത് അറേ അല്ല, ഇവിടെ ഒരു വേരിയബിളിന്റെ കൂടെയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ബ്രാക്കറ്റ് നൊട്ടേഷൻ എന്നും. ഇങ്ങനെ ലൈക്ക് ഒരു അറേ ഈ ഒരു ഫോർമാറ്റിനകത്ത് ഒരു അറേക്കകത്ത് തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് ഇടാൻ പറ്റും. ദിസ് ഈസ് എൻ അറേ. ഓക്കെ, സോ ഇങ്ങനെ ഇടുന്ന ആൾക്കാരെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിയാൽ അറിയാം, അറേക്കകത്ത് നമുക്ക് ഒരു ടൈപ്പ് അൺലൈക്ക് സം ലാംഗ്വേജസ് ലൈക്ക് ഇവിടുത്തെ ജാവാസ്ക്രിപ്റ്റിന്റെ അറേക്കകത്ത് നമുക്ക് ഒരു ടൈപ്പിലുള്ള വേരിയബിൾസ് മാത്രമേ വെക്കാൻ പറ്റൂ. അങ്ങനെ ലിമിറ്റേഷൻ ഒന്നുമില്ല. ഈ ഒരു അറേക്കകത്ത് തന്നെ നോക്കിയാൽ അറിയാം, നമ്മൾ നേരത്തെ ഒബ്ജക്റ്റ് കണ്ട പോലെ തന്നെ ആദ്യത്തെ സ്ട്രിങ്, രണ്ടാമത്തെ നമ്പറുമാണ്. ആൻഡ് ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. സോ നമുക്ക് ഈ അറേനെ ഒബ്ജക്ട്സ് ഇതിപ്പോൾ ഒരു അറേ ആണല്ലോ. സോ അറേയും ഒബ്ജക്റ്റും ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഒബ്ജക്റ്റിന്റെ കേസിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ ഹലോ വേൾഡിനെ വിളിക്കാൻ നമുക്ക് എ എന്ന് പറഞ്ഞൊരു കീ ഉണ്ടായിരുന്നു. ഹലോ വേൾഡിനെ വിളിക്കാൻ എ എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്. 42നെ വിളിക്കാൻ ബി എന്ന് പറഞ്ഞ കീ ഉണ്ട്. ജെഎസിനെ വിളിക്കാൻ അശ്വിൻ അശോക് എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്. ദാറ്റ് ഈസ് ഒരു ഒബ്ജക്റ്റിനകത്തുള്ള ഓരോ വാല്യൂസിനെയും വിളിക്കാൻ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു കീയോ അല്ലെങ്കിൽ ഈ ടു ബി മോർ തിയറട്ടിക്കൽ ഒരു നെയിംഡ് ലൊക്കേഷൻ കാണും. പക്ഷേ അറേസിന്റെ കേസിനകത്ത് നമുക്ക് അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. ഇവിടെ ജസ്റ്റ് നോക്കി ബ്രാക്കറ്റിനകത്ത് നമ്മൾ 2, 3 അല്ലെങ്കിൽ കുറെ വാല്യൂസ് ഇട്ടേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ ആക്സസ് ചെയ്യുന്ന മെത്തേഡ്, അതിലാണ് ഡിഫറൻസ് വരുന്നത്. ലൈക്ക് ഒബ്ജക്ട്സിന്റെ കേസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ ഒരു കീ അല്ലെങ്കിൽ ഒരു വേരിയബിൾ നെയിം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനും, അറേസിന്റെ കേസിൽ നമ്മൾ അതിന് പകരം എനിക്ക് കുറച്ച് വാല്യൂസേ ഉള്ളൂ, അതിനെ ഇൻഡെക്സ്ഡ് വേയിൽ റെപ്രസെന്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ലൈക്ക് ഇതിനകത്ത് എങ്ങനെ ആക്സസ് ചെയ്യുന്നത് കാണിച്ചു തന്നാൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. സോ ഇവിടെ നമ്മൾ ആദ്യത്തെ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ARR ഓഫ് 0 എന്നാണ് കൊടുക്കുന്നത്. സോ കൗണ്ടിങ് സ്റ്റാർട്ട്സ് ഫ്രം 0 ഇൻ കോഡിംഗ് ലാംഗ്വേജസ്. സോ ആദ്യത്തെ ആളെ ആക്സസ് ചെയ്യാൻ 0യും രണ്ടാമത്തെ ആളെ ആക്സസ് ചെയ്യാൻ 1 എന്നാണ് കൊടുക്കുന്നത്. സോ ഇനി നമ്മൾ ഇതൊന്ന് ലോഗ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിയാൽ ഒന്നും കിട്ടിയില്ല. ഓ അതെന്താ ഒന്നും കിട്ടാത്ത? വീണ്ടും ഒന്നും കിട്ടിയില്ല. ഒരു മിനിറ്റ്. അതെന്താ ഒന്നും കിട്ടാത്ത? കൺസോൾ. ഐ മെസ്ഡ് അപ്പ് ദ ബ്രാക്കറ്റ് ഗൈസ്. നിങ്ങൾ തെറ്റിച്ചോ? ഞാൻ തെറ്റിച്ചു. സോ ഇവിടെ ആ ബ്രാക്കറ്റ് അല്ല, ഞാൻ 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട്, അതാണ് ഔട്ട്പുട്ട് വരാത്തത്. സോ ഇതിപ്പോ ഷുഡ് വർക്കായി. യെസ്, ഇപ്പോഴും വർക്കായില്ലേ? ഇപ്പൊ വർക്കായി. സോ ആദ്യം ഇവിടെ നമ്മൾ അൺലൈക്ക് ഒബ്ജക്ട്സ് ഇവിടെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ അറിയാം. ലൈക്ക് ഹലോ വേൾഡിനെ വിളിക്കണേൽ OBJ ബ്രാക്കറ്റ് നൊട്ടേഷൻ ഓർ ഡോട്ട് നൊട്ടേഷൻ .a വിളിക്കണം, .b വിളിക്കണം. അങ്ങനെ എനിക്ക് ആ സാധനത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ ആ സാധനത്തിന്റെ പേരെന്താന്നുള്ള എക്സ്പ്ലിസിറ്റ് അറിയാം. പക്ഷെ അറേസിന്റെ കേസിൽ എനിക്ക് ആ ഒരു സാധനം എക്സ്പ്ലിസിറ്റ്ലി അറിയത്തില്ല. പകരം അറേസിന് ഓട്ടോമാറ്റിക്കലി ഒരു ഇൻഡെക്സ്ഡ് വാല്യൂ ജാവാസ്ക്രിപ്റ്റ് തന്നെ കൊടുക്കും. ഇതിനെ 0, ഇതിനെ 1, ഇനി അടുത്തൊരാളുണ്ട് ലൈക്ക് ഇവിടെ ഇപ്പോൾ വേറൊരു നമ്പർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ട്രൂ ഉണ്ടല്ലേ, 0, 1, 2, 3 അങ്ങനെ വിളിക്കുമെന്ന് അറിയാം. ഓക്കെ, സോ ഇനി അത് വേണേൽ നമുക്ക് ലോഗ് ചെയ്ത് നോക്കാം. സോ ഇവിടെ 1 കഴിഞ്ഞാൽ ഇവിടെ 2, ഇത് 3. 3. സോ അതപ്പോൾ ലോഗാവും. ഇനി നമുക്ക് 4 ചുമ്മാ ഒന്ന് വിളിച്ച് നോക്കാം എന്ത് വരും എന്നുള്ള. എറർ ഓർ അൺഡിഫൈൻഡ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മേ ബി അൺഡിഫൈൻഡ് ആയിരിക്കും. അവിടുത്തെ ബിഹേവിയർ വെച്ച് ഇവിടെ അൺഡിഫൈൻഡ് ആണ് അടിക്കുന്നത്. ഇറ്റ് ഈസ് പ്രിറ്റി ഒബ്വിയസ്. സോ 0, 1, 2, 3, 4 അങ്ങനെ വിളിക്കാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞ നേരത്തെ ക്ലിഫ് ഹാങ്ങർ ആർ അറേസ് ഒബ്ജക്ട്സ്. സോ അത് നമുക്ക് ടൈപ്പ് ഓഫ് വെച്ച് നോക്കാം. ടൈപ്പ് ഓഫ് അറേ ARR. സോ ടൈപ്പ് ഓഫ് അറേ കൊടുക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് അറേ ഇസ് എൻ ഒബ്ജക്ട്. സോ അറേ എന്ന് പറയുന്നത് അറേ ശരിക്കും ഒബ്ജക്റ്റ് ആണ്. അറേ അല്ല, അറേ ഒബ്ജക്റ്റ് ആണ്. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. ലൈക്ക് അറേ തന്നെയാണ്, പക്ഷേ അറേയുടെ മേളിൽ ലൈക്ക് നമ്മളിപ്പോൾ ഇൻഹെറിറ്റൻസ് ഒക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഒരു പാരന്റ് ക്ലാസ് കാണും, ഒരു സബ് ക്ലാസ് കാണും, ആ ഒരു മെത്തഡോളജി. അപ്പം നിങ്ങളിവിടെ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ കത്തും. ലൈക്ക് ഈ അറേ എന്ന് പറയുന്നത് ശരിക്കും ഒബ്ജക്റ്റ് തന്നെയല്ലേ. ഈ ഒബ്ജക്റ്റിനകത്ത് ഇവിടെ 0, 1, 2, 3 അങ്ങനെ ഇട്ടിട്ട് പോകുന്നു. നമ്മളത് കാണിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ ഇവിടെ 0, 1, 2, 3 ഇട്ടിട്ട് പോകുന്നു, അതിൻ്റെ ഒരു വാല്യൂ എടുക്കുന്നു. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ലൈക്ക് എനിക്കിത് വേണേൽ ലെറ്റ് അറേ OBJ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ, അശ്വിൻ അശോക്. ഓക്കെ, സോ ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാമല്ലോ. ലൈക്ക് അത് വാലിഡ് ആണ്, കാരണം ലൈക്ക് അവിടെ ഇവിടെ ഒബ്ജക്റ്റ് ആണ്. ആൻഡ് ഒബ്ജക്റ്റിന് ഞാനത് ചെയ്തോട്ടെ ഒരു മിനിറ്റ് ഗൈസ്. സോ ഇവിടെ അറേ ഒരു ഒബ്ജക്റ്റ്, അറേനെ ഒരു ഒബ്ജക്റ്റിനെ പോലെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ടോ? ലൈക്ക്
സോ ഇവിടെ ഇതും ഒന്നാണ്. ഇവിടെ ലൈക്ക് ഈ അറേന്റെ കേസിൽ അറേ ശരിക്കും ഒരു ഒബ്ജക്റ്റിനെ പോലെ തന്നെയാണെന്ന് അസ്യൂം ചെയ്തോ. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് 0, 1, 2, 3 നമ്മളെ കാണിക്കുന്നില്ല. അത് ജാവാസ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി അങ്ങ് ചെയ്യും. അതുകൊണ്ട് തന്നെ ദിസ് വിൽ ഓൾസോ വർക്ക് ഇഫ് ഇൻ കേസ് യു വാണ്ട് ടു സീ ദാറ്റ് ആസ് വെൽ. സോ യാ, ഇവിടെ ടൈപ്പ് ഓഫ് അറേ ഇതിന്റെ രണ്ടിന്റെ ഔട്ട്പുട്ട് ഒരേപോലെ ഇരിക്കും ഗൈസ്. ഞാനത് സേവ് ചെയ്തു. എൻ്റെ ഇത് റൺ ചെയ്താൽ രണ്ടിന്റെ ഔട്ട്പുട്ട് കണ്ടാൽ പറയാം രണ്ടാണെന്ന്. ആദ്യത്തേൽ നമ്മൾ അറേ ആണ് യൂസ് ചെയ്തത്, രണ്ടാമത്തേൽ ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്തത്. ആൻഡ് ബോത്ത് ദ ഔട്ട്പുട്ട്സ് ആർ സിമിലർ. സോ അതാണ് ഇവിടെ ഞാൻ അറേ ഒരു ഒബ്ജക്റ്റ്. അപ്പോഴേക്ക് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് ഈ അറേ എന്ന് പറയുന്നത് ശരിക്കും ഇവർ പറയുന്ന പ്രകാരം ഒബ്ജക്റ്റിന്റെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫോമാണ്. ഞാൻ ഈ കാണിച്ച പോലെ അറേ ഒബ്ജക്റ്റിനെ പോലെ തന്നെയാണ് വർക്ക് ആവുന്നത്. പക്ഷെ 0, 1, 2 നമ്മളെ കാണിച്ചു തരുന്നില്ല. അത് അത്രയും കാര്യം അപ്പോൾ ക്ലിയർ അല്ലേ? സോ ഇതാണ് അറേന്റെ ഒരു ബേസിക് വർക്കിംഗ്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം നോക്കി നോക്കാം. അറേ ഒബ്ജക്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്. സോ ഇവിടെ ഞാനിപ്പോൾ അറേ എഗെയിൻ എന്ന് പറഞ്ഞൊരു എം ഡി അറേ ഞാൻ ഇനിഷ്യലൈസ് ചെയ്യുകയാണേ. ആൻഡ് നമുക്ക് ഈ എം ഡി അറേക്കകത്ത് നെയിംഡ് വാല്യൂസ് കൊടുത്തു നോക്കാം. ഞാൻ പറഞ്ഞു അറേ ബേസിക്കലി എന്താണ് സംഭവിക്കുന്നത്, അറേസിന് ബേസിക്കലി 0, 1, 2, 3 അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് മാത്രമാണ് അതിൻ്റെ ഒരു ടിപ്പിക്കൽ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ്. യൂസേഴ്സ് അങ്ങനെ ചെയ്യുമെന്നാണ് ജാവാസ്ക്രിപ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് പക്ഷെ അതിന് വിപരീതമായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്ത് നോക്കാം. എന്നിട്ട് അത് റൺ ആവോ ഇല്ലെന്ന് നോക്കാം. സോ അറേ അഗെയിൻ ഡോട്ട് ബ്രാക്കറ്റ് നൊട്ടേഷൻ വേണം, കാരണം ഇവിടെ സ്പേസ് ഉണ്ട്. സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് വരുമോ നമുക്ക് നോക്കി നോക്കാം ഗൈസ്. സോ ഇറ്റ് ഷുഡ് ആക്ച്വലി വർക്ക്, കാരണം അറേസ് ആർ ഒബ്ജക്ട്സ് റൈറ്റ്. വർക്കായി, കാരണം അറേ ഒബ്ജക്റ്റ് ആണ്. പക്ഷേ നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. സോ നമുക്ക് അറേന്റെ കേസിൽ നമുക്ക് ഒരു പുള്ളിക്കാരനെയും കൂടെ പറയാനുണ്ട്. ലൈക്ക് അതൊരു വലിയ പുള്ളിയാണ്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന. അറേ ഉണ്ടെങ്കിൽ ഇവൻ അവിടെ എന്തായാലും കാണും. ലൈക്ക് ARR.length എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ലൈക്ക് ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് ഇപ്പോഴും തെളിയിക്കേണ്ടത്. കണ്ടോ ഡോട്ട് നൊട്ടേഷൻ വന്നാണ്ടോ? ഈ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ ഇവിടെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മളെ കാണിച്ചു തരുന്നില്ല, ഇത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവണം. ഈ അറേക്കകത്ത് ഓരോ തവണയും വാല്യൂസ് കയറുന്നതനുസരിച്ച് ഈ ലെങ്ത്തും ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ആവും. സോ ഇവിടെ നമുക്ക് ഇനി ഇതിനെ ഒന്ന് ഞാനിത് ക്ലിയർ ചെയ്യുകയാണ്. ആൻഡ് ഇതിനെ ഒന്ന് ലോഗ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ആദ്യത്തെ 4 എണ്ണം നമ്മുടെ 4 വാല്യൂസ് അണ്ടിൽ ഓവർ ഹിയർ ഇതുവരെ. സോ ഈ 4 എന്ന് പറയുന്നത് ശരിക്കും ഈ അറേക്കകത്തുള്ള ലെങ്ത് ആണ്. അപ്പം നിങ്ങൾ ചോദിക്കും 0, 1, 2, 3 ആണെങ്കിൽ എന്തുകൊണ്ട് ലെങ്ത് 3 വന്നില്ലെന്ന്. കാരണം ലെങ്ത്തിന്റെ കേസിൽ കൗണ്ടിങ് സ്റ്റാർട്ട്സ് ഫ്രം 1. ഓക്കെ, ലെങ്ത്തിന്റെ കേസിൽ കൗണ്ടിങ് സ്റ്റാർട്ട്സ് ഫ്രം 1. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ഓരോ എലമെന്റും ഇൻഡിവിജ്വലി എടുക്കുമ്പോഴത്തേക്ക് അത് 0 എന്നാണ് തുടങ്ങുന്നത്. അത് വെച്ച് കൺഫ്യൂസ് ആവരുത്. സോ അതാണ് ഈ ലെങ്ത്തിന്റെ കാര്യം. അപ്പോൾ നമുക്ക് ഇപ്പം മനസ്സിലായല്ലോ, ഒരു വാലിഡ് അറേക്ക് എപ്പോഴും ലെങ്ത് കാണും. ഓക്കെ, നമുക്കിനി ഇവിടെ ഇവന്റെ കേസ് നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു ലോഗ് കൂടെ ഇടാം ഗൈസ്, രണ്ടിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. സോ ഞാൻ വെറുതെ ഇവിടെ നമുക്ക് ഒരു കുറച്ച് ഈക്വൽ ടു ഇട്ട്, ഈക്വൽ ടു വേണ്ട, ഒരു മൈനസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലോഗ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വൃത്തിയാണ്. നമുക്ക് ഇതിന്റെ ലോഗ് എടുത്ത് നോക്കാം. ഐ മീൻ ലൈക്ക് ഇതിന്റെ ലെങ്ത് എടുത്ത് നോക്കാം. ഓക്കെ, സോ അറേ അഗൈൻ ഡോട്ട് ലെങ്ത്. ഓക്കെ, ഇവിടെയും ലെങ്ത് പ്രോപ്പർട്ടി ഉണ്ട്, കാരണം എനിക്ക് സജഷൻ വന്നു. ഇതൊരു അറേ ആണ്. അറേക്കകത്തൊരു എലമെന്റിനെ ഞാൻ ഇങ്ങനെ അല്ല വെക്കേണ്ടത്, ഇവരിങ്ങനെ വെക്കാനും അല്ല പറയുന്നത്, ഞാൻ വെച്ചു. അതൊരു ഒബ്ജക്റ്റ് ആണെന്ന് ടൈപ്പ് ഓഫ് പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ചു. ഞാൻ വെച്ചതല്ല, ടൈപ്പ് ഓഫ് പറഞ്ഞുകൊണ്ടാണ് വെക്കുന്നത്. ടൈപ്പ് ഓഫ് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റണമെന്നാണല്ലോ നമ്മൾ ഒബ്ജക്ട്സിൽ പഠിച്ചത്. അപ്പോൾ വെച്ചു, അത് ലോഗ് ചെയ്തത് വർക്കായി. നമുക്കപ്പോൾ ഇതെന്ന് പറയുന്നത് അറേന്റെ പ്രോപ്പർട്ടിയാണ്. ഒബ്ജക്റ്റിന് ഇങ്ങനെ പ്രോപ്പർട്ടി ഒന്നുമില്ല, ഇത് അറേന്റെ പ്രോപ്പർട്ടിയാണ്. നമ്മളതപ്പോൾ റൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 0 ആണ് വന്നത്, ഈവൻ ദോ അവിടെ 1, 2, 3 ഉണ്ടെങ്കിലും. നമുക്ക് അറേ അഗൈൻ ഒന്ന് ലോഗ് ചെയ്തും കൂടെ നോക്കാം. അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഐ എം ക്യൂരിയസ് അബൌട്ട് ദാറ്റ് ആസ് വെൽ. നമുക്ക് അറേ അഗൈൻ ലോഗും കൂടെ ചെയ്ത് നോക്കാം ഗൈസ്, എന്താ വരുന്നതെന്ന്. അറേ അഗൈൻ ലോഗ് ചെയ്യുമ്പോഴത്തേക്ക് സാധനം ഉണ്ട് അതിനകത്ത്, പക്ഷേ ലെങ്ത് കാണിക്കുന്നില്ല. അതെന്തെന്നറിയാവോ? ബുക്ക് പറയുന്നത്, അല്ല GPT പറയുന്നത് ഈ സാധനം ബുക്കിനകത്തില്ല. ഞാൻ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ഇറങ്ങി നോക്കിയതാണ്. ബുക്കിൽ ഒരു പാരഗ്രാഫേ പറയുന്നുള്ളൂ. അല്ലെ, ദാറ്റ് ഈസ് ലൈക്ക് അറേ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷെ നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ചെയ്യരുത്, നിങ്ങളും ചെയ്യരുത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, ബിക്കോസ് ഐ ഫെൽറ്റ് ദാറ്റ് ക്യൂരിയോസിറ്റി. സോ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് അറേ ഡോട്ട് ലെങ്ത് എന്തുകൊണ്ടാണ് 0 വന്നതെന്ന് വെച്ചാൽ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കൗണ്ട്സ് ഓൺലി ഈ 0, 1, 2, 3 അങ്ങനെ ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ലെങ്ത് കവർ ചെയ്യത്തുള്ളൂ. ഐ ആം വീണ്ടും ക്യൂരിയസ്. അപ്പോൾ ഞാനിവിടെ 0 എന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ 0 കൊടുത്താൽ അത് വർക്ക് ആവുമോ? ഇറ്റ് ഷുഡ് വർക്ക് ലോജിക്കലി, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ചെൻഡേറ്റ് വീണ്ടും ഞാൻ റീസർച്ചിന് ഇറങ്ങേണ്ടി വരും. സോ നമുക്കിത് വർക്ക് ആവുമോ നോക്കാം. ഇറ്റ് ഷുഡ് വർക്ക് ലോജിക്കലി. ഓക്കെ, സോ ലെങ്ത് GPT സേസ് ലൈക്ക് ഈ ലെങ്ത് ഈ 0, 1, 2, 3 ആയിട്ടുള്ള ഇൻഡെക്സ്ഡ് വാല്യൂസ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളപ്പോൾ അശ്വിൻ അശോക് മാറ്റി അവിടെ ഇൻഡെക്സ്ഡ് ആക്കി. ഇപ്പം ഇറ്റ് ഷുഡ് വർക്ക്, ഇല്ലെങ്കിൽ ഞാൻ തേഞ്ഞു. ഭാഗ്യം, ഇറ്റ് വർക്ക്. സോ യാ, അപ്പോൾ വീഡിയോ നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഞാനവിടെ അശ്വിൻ അശോക് മാറ്റി ഇവിടെ 0 ആക്കിയപ്പോൾ ഇവിടെ 0 വന്നില്ല. കാരണം അറേനെ അങ്ങനെയാണ് കാണിക്കുന്നത്. നമ്മളെ അത് കാണിക്കേണ്ട ആവശ്യമില്ല. അറേ ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ 0 വന്നേനെ. ദാറ്റ് ഐ എം ഷുവർ.
അത് ഞാൻ കാണിച്ച വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. അത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഇപ്പോൾ ലെങ്ത് മര്യാദയ്ക്ക് വർക്കായി. കാരണം അത് ഇൻഡെക്സ്ഡ് വാല്യൂസ് ആയ 0 കവർ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് അറേ എന്താണെന്ന് പഠിച്ചു, അറേക്കകത്ത് എങ്ങനെ വാല്യൂ വെക്കാമെന്ന് പഠിച്ചു, അറേ ഒബ്ജക്റ്റ് ആണെന്ന് പഠിച്ചു, അറേനെ നമ്മൾ ഒബ്ജക്റ്റ് ആക്കാൻ നോക്കി. പക്ഷേ നിങ്ങൾ ആക്കരുത്. ജസ്റ്റ് ഫോർ ഡെമോൺസ്ട്രേഷൻ പർപ്പസ് കുട്ടികളാരും ഇത് കോഡിൽ അനുകരിക്കരുത്. ഓക്കെ, സോ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ അറേയുടെ വീഡിയോ നിർത്തുകയാണ്. ഇനി നമുക്ക് ഒരാളും കൂടെ ബാക്കിയുണ്ട്. ബുക്ക് പറയുന്നത് ഫംഗ്ഷനും ഒബ്ജക്റ്റ് ആണെന്നാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യപ്പെടുന്നു.